ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ആരാധകർക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷകൾ നൽകിയ താരം അത് നെയ്മർ ജൂനിയർ ആണ്. ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി എപ്പോഴും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വലിയ നേട്ടങ്ങൾ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഒരു കോപ്പ അമേരിക്ക കിരീടമോ അതല്ലെങ്കിൽ ഒരു വേൾഡ് കപ്പ് കിരീടമോ ബ്രസീലിനോടൊപ്പം സ്വന്തമാക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല. കരിയറിൽ ബാലൻഡിയോർ പുരസ്കാരം അദ്ദേഹം നേടിയിട്ടില്ല. അതായത് ആ ഒരു ടാലന്റിനോടോ അതല്ലെങ്കിൽ ആ പ്രതീക്ഷകളോടോ നീതി പുലർത്താൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പരിക്ക് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഏതായാലും നെയ്മർക്കൊപ്പം FC ബാഴ്സലോണയിൽ ഉണ്ടായിരുന്ന ജെറാർഡ് പീക്കെ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർ കരിയറിൽ ഒരു ബാലൻഡിയോർ അർഹിച്ചിരുന്നു എന്നാണ് പീക്കെ പറഞ്ഞിട്ടുള്ളത്. PSG പോയത് നെയ്മർക്ക് തിരിച്ചടിയായി എന്ന കാര്യം ഇപ്പോൾ ജെറാർഡ് പീക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം തീർച്ചയായും ഒരു ബാലൻഡിയോർ പുരസ്കാരം അർഹിച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏത് വർഷമാണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നെയ്മർ ജൂനിയർ ഒരു ബാലൻഡിയോർ അർഹിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് അദ്ദേഹം PSG പോയതാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ തിരിച്ചടിയായി മാറിയത് എന്നാണ്. വരുന്ന വേൾഡ് കപ്പിൽ അദ്ദേഹം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് പീക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും PSG പോയത് നെയ്മർക്ക് തിരിച്ചടിയായി മാറി എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പലരും ഇപ്പോൾ പറയുന്നുമുണ്ട്. ഏതായാലും നെയ്മറുടെ കരിയർ എവിടെയും എത്താതെ പോവുകയാണ്. കാരണം നിലവിൽ നിരന്തരം പരിക്കുകൾ പിടിപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. ഇനി എത്ര കാലം നെയ്മർ ജൂനിയർ കളിക്കളത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പില്ല. 2026 വേൾഡ് കപ്പിന് ശേഷമായിരിക്കും നെയ്മർ തന്റെ കരിയറിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.